ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ആടിപ്പെരുക്കാണ്. ഇതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പഞ്ചമി തിഥിയോടും ഉത്രട്ടാതി നക്ഷത്രത്തോടും കൂടി വരുന്ന ആടിപ്പെരുക്ക് മഹാലക്ഷ്മി സ്വമേധയാ നമ്മുടെ വീട്ടിൽ വന്ന് വസിക്കുന്നതിന് തുല്യമായിട്ടുള്ള വളരെയധികം പവിത്രമായ ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വരേണ്ടുന്ന 3 വസ്തുക്കൾ, ഇത് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ്. ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന പവിത്രമായിട്ടുള്ള ലക്ഷ്മി പൂജയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആരും തന്നെ ഈ വീഡിയോ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന 3 വസ്തുക്കൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് ലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചാൽ തന്നെയും നമ്മൾക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും. പൂജകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പൂജ നിങ്ങൾ മറക്കാതെ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കണം. അതായത് തിങ്കളാഴ്ചയും പഞ്ചമിയും ഉത്രട്ടാതിയും ചേർന്ന് വന്നിരിക്കുന്ന ആടിപ്പെരുക്ക്. മഹാലക്ഷ്മിയുമായിട്ട് കണക്റ്റഡാണ് തിങ്കൾ, ഉത്രട്ടാതി, അതുപോലെ പഞ്ചമി തിഥി എന്ന് പറയുന്നത്. ഈ ദിവസം ഷോഡശലക്ഷ്മി പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് പറയുന്നത്. അതായത് 16 ലക്ഷ്മികൾ, 8 ലക്ഷ്മികൾ, അതിലെ 8 ലക്ഷ്മികളെ 2 കൈകളെയും കൂടെ കൂട്ടിയാണ് നമ്മൾ 16 ലക്ഷ്മികളായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആടി 18-ൻ്റെ അന്ന്, അതായത് ആടിപ്പെരുക്കിൻ്റെ അന്ന്, ഇത് നമ്മുടെ നാട്ടിലധികം പ്രാധാന്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിറപുത്തരി, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നെൽക്കതിരുകൾ പൂജിച്ച് നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും ക്ഷേത്രങ്ങളിൽ നിന്ന്. അത് നമുക്ക് വളരെയധികം ഐശ്വര്യം തരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഈ ഒരു ചടങ്ങുണ്ടെങ്കിൽ ആ നെൽക്കതിരുകൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ്. അതുതന്നെ മഹാലക്ഷ്മിയുടെ പൂർണ്ണ കടാക്ഷം നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് നമ്മൾ മേടിക്കേണ്ടുന്ന 3 വസ്തുക്കൾ എന്ന് പറയുന്നത് ഉപ്പ്, മഞ്ഞൾ, പച്ചരി. ഉപ്പും പച്ചരിയും മഞ്ഞളും സാക്ഷാൽ ലക്ഷ്മി ദേവിയുമായിട്ട് പ്രിയപ്പെട്ടിരിക്കുന്ന വസ്തുക്കളാണ്. പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ധാന്യമാണ്, തിങ്കളാഴ്ചയാണ്, ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞളെന്ന് പറയുന്നത് ഗുരുഭഗവാന്റെ കടാക്ഷമുള്ള വസ്തുവാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ ഉച്ചമടയുന്ന ഗ്രഹം ഗുരുവായതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ മേടിക്കുന്നത്. അപ്പോൾ ഈ 3 വസ്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുവരിക. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. നാളെ മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ നമ്മൾ നെയ്ദീപം കൊളുത്തി വെക്കണം. മുല്ലപ്പൂക്കൾ കിട്ടുമെങ്കിൽ മുല്ലപ്പൂക്കൾ കൊണ്ട് ദേവിയെ നമ്മൾ അലങ്കരിക്കുക. അതിനുശേഷം കനകധാര സ്തോത്രം അമ്മയ്ക്ക് മുൻപിലിരുന്ന് ജപിക്കുക. ഇത് എളിയ രീതിയാണ് പൂജകളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക്. അതേപോലെ കയ്യിൽ കുറച്ചും കൂടി പണമുള്ളവർക്ക് സ്വർണം, വെള്ളി, ഡ്രസ്സുകളൊക്കെ നാളെ മേടിക്കാവുന്നതാണ്. അതൊക്കെ നമുക്ക് ഇരട്ടിക്കും. അതിൽ തന്നെ വെള്ളി മേടിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. 1 ഗ്രാമിൻ്റെ 4 വെള്ളി കോയിൻസ് നിങ്ങൾക്ക് മേടിക്കാം. അങ്ങനെ അല്ലെങ്കിൽ 2 ഗ്രാമിൻ്റെ 2 വെള്ളി കോയിൻസ്. ഇതിൽ എന്താണോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അത് മേടിക്കണം. പക്ഷേ 4 ഗ്രാം മേടിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. കാരണം നമ്മുടെ 1 ഗ്രാമിൻ്റെ 4 കോയിൻ വാങ്ങുന്നതിൻ്റെ പിറകിലെ കാരണമെന്ന് പറയുന്നത് സൗന്ദര്യ ലഹരിയിലെ 4ാമത്തെ ശ്ലോകവുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് എന്താണ്? വെള്ളിയാണ്. 4 എന്ന് പറയുന്നത് രാഹുവാണ്. അപ്പോൾ അവിടെ ശുക്രനും രാഹുവും തമ്മിലുള്ള കോമ്പിനേഷനാണ് വരുന്നത്. ഇത് നമുക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാക്കിത്തരും. പ്രത്യേകിച്ച് പഞ്ചമി തിഥിയിൽ വന്നിരിക്കുന്ന ആടിപ്പെരുക്കിൽ നമ്മൾ 4 ഗ്രാം വെള്ളി കോയിൻ മേടിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ 369 മെത്തേഡിൽ എഴുതി തുടങ്ങുന്നതും ശ്രേഷ്ഠമാണ്. പൂജ ചെയ്യുന്നവർക്ക് പൂജ ചെയ്തുകൊണ്ട് ഇത് എഴുതാം. പൂജ ചെയ്യാൻ സാധിക്കാത്തവർ, എനിക്കറിയാം വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് പൂജ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഒരു ആഗ്രഹം വൈറ്റ് കളറിലെ പേപ്പറിൽ 369 മെത്തേഡിൽ നാളെ മുതൽ തുടർച്ചയായ 48 ദിവസം എഴുതുക. നാളെ എഴുതുമ്പം നമ്മൾ ശുദ്ധമായി കുളിച്ച് നമ്മൾ
നോൺ വെജ് ഒന്നും കഴിക്കാതെ രാവിലെ 6 മണിക്ക് നമ്മുടെ ഒരു ആഗ്രഹം, ഒരേ ഒരു ആഗ്രഹം 3 പ്രാവശ്യം എഴുതണം. ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ 6 പ്രാവശ്യം എഴുതണം. വൈകിട്ട് 6 മണിക്ക് നമ്മളൊരു 9 പ്രാവശ്യം എഴുതണം. വൈറ്റ് കളർ ഷീറ്റിൽ ഗ്രീൻ കളറിലെ ജെൽ പെൻ കൊണ്ട് എഴുതി അത് മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് സമർപ്പിക്കുക. ബാക്കിയുള്ള 47 ദിവസം നമുക്ക് ബുക്കിൽ ഇതേ മെത്തേഡിൽ എഴുതിയാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് 48 ദിവസം കൊണ്ടത് സാധിച്ചു കിട്ടും. ഈ ഒരു 369 മെത്തേഡ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇത് എഴുതിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഫലവും കിട്ടും. അതുകൊണ്ട് അത് ആരും മറക്കാതെ ചെയ്യണം. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന, ഇപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പീരിയഡ്സ് പുലവാലായ്മയാണെങ്കിൽ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് നിങ്ങൾ ഈ 369 മെത്തേഡ് ഒരു ബുക്കിൽ എഴുതിക്കോളൂ. കാരണം പേപ്പറിൽ എഴുതിയാൽ നമുക്ക് ദേവിക്കത് സമർപ്പിക്കാൻ പറ്റില്ല. പച്ച കളറിൽ സ്കെച്ച് പെൻ, ജെൽ പെൻ അല്ലെങ്കിൽ മാർക്കർ ഇത് മസ്റ്റാണ്. അതിൽ തന്നെ എഴുതണം. ശുദ്ധമായിട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ രീതി ഫോളോ ചെയ്യാം. ഇനി പൂജയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ, വിഗ്രഹം ഒന്നും വേണമെന്നില്ല. അതുള്ളവർക്ക് വെക്കാം. നമ്മൾ ചെയ്യേണ്ടത് രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകിട്ട് 6 മണി, ഈ 3 സമയങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി എന്നും പറഞ്ഞ് തെറ്റുകളൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമയം പാലിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഇവിടെ വേറെ വഴികളൊന്നുമില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പം പേപ്പർ കൊണ്ടുപോയി അവിടെ ഇരുന്ന് 6 ടൈംസ് അത് എഴുതാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ലക്ഷ്മി പൂജ സൗന്ദര്യ ലഹരിയിലെ കോലവുമായിട്ടാണ് നമുക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് എടുക്കാം, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോർഡ് എടുക്കുക. ഞാൻ എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇത് നമ്മൾ വൃശ്ചിക മാസത്തിൽ ചെയ്തിട്ടുള്ളതാണ്. സൗന്ദര്യ ലഹരിയിലെ 2ാമത്തെ കോലം. ഈ ഒരു കോലം നമ്മൾ വരയ്ക്കുക. ഈ ഒരു കോലം എന്ന് പറയുന്നത് പൂർണ്ണ ചന്ദ്രനെ ബലപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മനസ്സിൽ ഈ ഒരു കോലത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഹ്രീം, ഇതെപ്പോഴും ഒരു ഹ്രീം എന്ന് പറയുന്ന വാക്ക് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉലക വശ്യം നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കോലം വരയ്ക്കണം. ഈ ഒരു കോലം മഹാലക്ഷ്മിയായിട്ട് കണ്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അപ്പം ആ കോലമായിട്ട് വരയ്ക്കണം. പച്ചരിയിൽ റോസ് വാട്ടർ ഒഴിച്ച് പച്ചക്കർപ്പൂരം, ജവ്വാതൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് വേണം ഈ ഒരു കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കോലം നമ്മൾ വരച്ചതിന് ശേഷം കനകധാര സ്തോത്രം ചൊല്ലി നമ്മൾ ഈ കോലത്തിന് അർച്ചന ചെയ്യണം. മൈലാഞ്ചി ഇല, കൂവളത്തിൻ്റെ ഇല, മൈലാഞ്ചിയുടെ പൂക്കൾ, ഇത് 3ആണ് ഏറ്റവും ശ്രേഷ്ഠം. ഇത് അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മുല്ലപ്പൂക്കൾ കിട്ടുമെങ്കിൽ അതെടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് പൂക്കളും എടുത്തുകൊള്ളൂ. കാരണം നമ്മുടെ അവൈലബിലിറ്റിയും കൂടെ നമ്മളൊന്ന് നോക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അർച്ചന ചെയ്യുന്നു. ധൂപദീപ ആരതി എടുക്കുന്നു. പാൽപായസം അല്ലെങ്കിൽ പാല് കാച്ചിയത് നിവേദ്യമായിട്ട് വെക്കുന്നു. നിവേദ്യമായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അമ്മയെ കുമ്പിടുന്നു. എന്നിട്ട് പേപ്പർ എടുത്ത് 1 2 3 നമ്പറിട്ട് നമ്മുടെ ഒരേ ഒരു ആഗ്രഹം 3 പ്രാവശ്യം അത് വേണം എന്നുള്ള രീതിയിൽ എഴുതുന്നു. അങ്ങനെ രാവിലത്തെ പൂജ കഴിഞ്ഞു. ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് അപ്പോൾ നമ്മൾ വരച്ച കോലം അവിടെ തന്നെയുണ്ട്. അതിലെ കോലത്തിൽ ഉള്ള മൈലാഞ്ചിയില, പൂക്കൾ അല്ലെങ്കിൽ നമ്മൾ അർച്ചന ചെയ്ത വസ്തുക്കൾ എന്താണോ അത് മാറ്റുന്നു. എഗൈൻ നമ്മൾ വീണ്ടും ഉച്ചയ്ക്കത്തെ പൂജയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് മുല്ലപ്പൂക്കളാണ്. അപ്പോൾ 3 സമയത്തെ പൂജയിലും നമ്മൾ 3 വസ്തുക്കൾ കൂട്ടിച്ചേർക്കണം. മൈലാഞ്ചിയില, മൈലാഞ്ചിപ്പൂക്കൾ, കൂവളത്തില, മുല്ലപ്പൂക്കൾ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിലിറ്റി ഉള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. കനകധാര സ്തോത്രം ചൊല്ലി അർച്ചന ചെയ്യുന്നു. അർച്ചന ചെയ്തതിന് ശേഷം നമ്മൾ നിവേദ്യമായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നത് നെയ്യപ്പം, അതേപോലെ തന്നെ മുറുക്ക്, പിന്നെ ശർക്കര. അത് കുഞ്ഞു ശർക്കരയുണ്ടല്ലോ, വലിയ ശർക്കരയാണെങ്കിൽ അത് പൊട്ടിച്ച് 8 പാർട്ടുകളായിട്ട് വെക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അച്ചുവെല്ലം അത് നമുക്ക് മേടിക്കാൻ കിട്ടുമെങ്കിൽ
അത് 8 എണ്ണം വെക്കുന്നു. അമ്മയ്ക്ക് മുൻപിൽ കുമ്പിടുന്നു. ശേഷം 6 പ്രാവശ്യം നമ്മുടെ ആഗ്രഹം നമ്മൾ എഴുതുന്നു. ഇനി വൈകിട്ട് 6 മണിക്ക് ഇതേപോലെ നമ്മൾ ഉച്ചയ്ക്ക് അർച്ചന ചെയ്ത പൂക്കളൊക്കെ മാറ്റുന്നു. ശേഷം ഈ ഒരു മൈലാഞ്ചിയില, മൈലാഞ്ചി പൂക്കൾ, കൂവളത്തല, മുല്ലപ്പൂക്കൾ ഇവയോടൊപ്പം ചെമ്പരത്തിപ്പൂവ് അല്ലെങ്കിൽ മാതള നാരകത്തിൻ്റെ പൂവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല മണമുള്ള എക്സ്ട്രാ വെള്ളപ്പൂക്കൾ, അത് മുല്ലപ്പൂക്കളായാലും മതി, അത് ആഡ് ചെയ്യുന്നു. കനകധാര സ്തോത്രം ചൊല്ലി വീണ്ടും നമ്മൾ ആ കോലത്തിന് അർച്ചന ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ദേവിക്ക് മുൻപിൽ ധൂപദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് പൈനാപ്പിൾ വെക്കാം, അതേപോലെ തന്നെ പാല് കാച്ചി വെക്കാം, നട്ട്സ് വെക്കാം, മാതള നാരങ്ങ വെക്കാം, പഴം വെക്കാം, നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ. ശേഷം കുമ്പിടുന്നു. 9 പ്രാവശ്യം നമ്മുടെ ആഗ്രഹം എഴുതുന്നു. ഈ 3 നേരം നമ്മൾ പൂജ ചെയ്യുമ്പോഴും 3 പേർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. രാവിലെ നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു കുട്ടികൾക്ക്, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് പൂജ ചെയ്ത് കഴിയുമ്പം ഋതുമതികളായിട്ടുള്ള കന്യകകളായ പെൺകുട്ടികൾക്ക്, സന്ധ്യയ്ക്ക് നമ്മൾ പൂജ ചെയ്യുമ്പം സുമംഗലികൾക്ക്, അതായത് മക്കളും ഭർത്താവും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു 60 വയസ്സിന് മുകളിലുള്ള അമ്മമാർക്ക് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ ദാനം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും പ്രാവർത്തികമാവില്ല. നിങ്ങളുടെ വീടിനടുത്ത് ഇതുപോലുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാം. ഉച്ചയ്ക്ക് അതുപോലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാം. വൈകിട്ട് ഈ പറയുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇപ്പോൾ നിങ്ങളുടെ മദറിലോയ്ക്കോ അമ്മയ്ക്കോ ഒരു സാരി മേടിച്ചു കൊടുത്ത് അവരുടെ അനുഗ്രഹം നമുക്ക് മേടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോവുക. കാരണം സാക്ഷാൽ അമ്മ ഈ ഭാവങ്ങളെല്ലാം ഉള്ള വ്യക്തിയാണ്. പിഞ്ചു കുഞ്ഞാണ്, കന്യകയാണ്. സാക്ഷാൽ അമ്മ മഹാമായയുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം ദേവിക്ക് നമുക്ക് മണമുള്ള മുല്ലപ്പൂക്കൾ, സാരി, അതേപോലെ തന്നെ കുപ്പിവളകൾ, കുങ്കുമമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അമ്മയുടെ അനുഗ്രഹം മേടിക്കാവുന്നതാണിത്. തിങ്കളാഴ്ച, അതായത് നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ രാത്രിക്കോ വൈകിട്ടോ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായും അടുത്ത വർഷം ആടി 18 വരെ സുഭിക്ഷമായിരിക്കും നമ്മുടെ വീട്. കഴിഞ്ഞ വർഷം ഞാൻ വേറൊരു പൂജയാണ് പറഞ്ഞു തന്നിരുന്നത്. അത് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതായിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ ഈ പൂജ ചെയ്യാൻ പറ്റാത്തവർ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസപൂർവ്വം നിങ്ങൾ ചെയ്താൽ ഫലം കിട്ടും. പിന്നെ 48 ഡേയ്സ് എഴുതുന്നത് നമുക്കറിയാമല്ലോ, മാനിഫെസ്റ്റേഷൻസിന് ഒരിക്കലും നമുക്ക് പറയുന്നത് പോലെ പരിധിയില്ല. അതായത് ആർക്ക് വേണമെങ്കിലും ഏതൊരു ദിവസം ഏതൊരു സമയത്തും ചെയ്യാം. പീരിയഡ്സ് പോലെ വാലായ്മ, നോൺ വെജ് കഴിച്ച് കുളിച്ചിട്ടില്ല, ഇതൊന്നും ബാധകമല്ല. നാളത്തെ ദിവസം മാത്രം നിങ്ങൾ ശുദ്ധമായിട്ട് എഴുതണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.